പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്ന പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന ദൈവവചനം റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വചന ഭാഗങ്ങളിലൂടെയാണ്. അവിടെ നാം ഇങ്ങനെ കാണുകയാണ്: അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. എന്തെന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേൽ അവൻ തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. അതിൽ യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല, ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മേലെ കർത്താവ് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും തൻ്റെ സമ്പത്ത് വർഷിക്കുവാൻ തക്കവണ്ണം കർത്താവ് കരുണയുള്ളവനാണ്. സമ്പത്ത് എന്ന് പറയുമ്പോൾ എന്താണ് കർത്താവ് നമുക്ക് കരുതി വച്ചിരിക്കുന്ന സമ്പത്ത്? കർത്താവ് പറയുന്നത് ഈ ലോകത്തിലെ നശിച്ചു പോകുന്ന സമ്പത്തിനെ കുറിച്ചാണോ? ക്ഷണികമായ നശ്വരമായ ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളെ കുറിച്ചാണോ കർത്താവ് ഇവിടെ സമ്പത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്? ഹെബ്രായ ലേഖനത്തിൽ 10-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വചനഭാഗങ്ങളിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ പ്രബുദ്ധരാക്കപ്പെട്ടതിന് ശേഷം കഷ്ടപ്പാടുകളോടും കഠിനമായി പൊരുതി നിന്ന ആ കഴിഞ്ഞ കാലങ്ങൾ ഓർക്കുവിൻ. ചിലപ്പോഴെല്ലാം നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെടുകയും മറ്റു ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി പങ്കുചേരുകയും ചെയ്തു. നിങ്ങൾ വേദനയ്ക്കും അധിക്ഷേപത്തിനും പരസ്യമായി വിഷയമാക്കപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഇവ സഹിച്ചവരുമായി നിങ്ങൾക്ക് പങ്കുചേരേണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾ തടവിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു. ധനത്തിൻ്റെ അപഹരണം, നിങ്ങളുടെ സമ്പത്തിൻ്റെ, നിങ്ങൾക്കുള്ള സ്വത്തിൻ്റെ, നിങ്ങളുടെ വസ്തുവകകളുടെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. ഈ നശ്വരമായ ലോകത്തിലെ സമൃദ്ധിയേക്കാൾ ഉത്കൃഷ്ടമായ ശാശ്വതമായ ഒരു ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. ആ സമ്പത്താണ്, ആ ധനമാണ് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് തരുന്ന നിത്യജീവനും പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനവും. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. കർത്താവ് ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത് നിത്യജീവനാണ്, പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശനമാണ്, ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള ഭാഗ്യമാണ്. ഈ സമ്പത്താണ് അവനിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് കർത്താവ് അരുൾ ചെയ്തിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കർത്താവ് ഭോഷനായ ധനികൻ്റെ ഉപമ വഴിയായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ശുദ്ധമുള്ള ലൂക്ക എഴുതിയ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ നാം പരിശോധിക്കുമ്പോൾ, ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ അവനോട് പറഞ്ഞു, ഗുരു, പ്രതിസ്വത്ത് ഞാനുമായി പങ്കുവയ്ക്കാൻ എൻ്റെ സഹോദരനോട് കൽപ്പിക്കണമേ എന്ന്. സ്വത്ത് തർക്കത്തിൽ അത് പങ്കുവെച്ച് തരുവാനായിട്ട് നീ മധ്യസ്ഥനായി നിന്നുകൊണ്ട് ഞങ്ങളുടെ ഇടയിലുള്ളതായ ഈ സ്വത്തിൻ്റെ തർക്കം നീ തീർത്തു തരണമേ എന്ന് കർത്താവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. യേശു അവനോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് ഭാഗിക്കുന്നവനോ ആയി ആര് നിയമിച്ചു?
കർത്താവ് യേശുക്രിസ്തു ചോദിക്കുകയാണ്, എന്നെ നിങ്ങളുടെ ന്യായാധിപനോ സ്വത്ത് പങ്കുവെച്ചു തരുന്നവനോ ആയി ആര് നിയമിച്ചു? അനന്തരം അവൻ അവരോട് പറഞ്ഞു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിലും നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ. എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും. ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സമ്പത്തുണ്ടാക്കണം, അതിനുവേണ്ടി എന്തും ചെയ്യാം, എങ്ങനെയും ജീവിക്കാം എന്നുള്ളതായ ഒരു കാഴ്ചപ്പാടാണ്. അതിൻ്റെ അടിസ്ഥാനം അത്യാഗ്രഹമാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്ന് നീ തിരിച്ചറിയണം. മനുഷ്യജീവിതം ഈ ലൗകിക സമ്പത്ത് കൊണ്ടോ ലൗകിക സ്ഥാനമാനങ്ങൾ കൊണ്ടോ ബഹുമതികൾ കൊണ്ടോ അല്ല ധന്യമാകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ ലോകത്തിലെ സമ്പത്ത്, സൗഭാഗ്യങ്ങൾ, സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങൾ, ബഹുമാനങ്ങൾ കൊണ്ടല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുന്നത് എന്ന് നീ തിരിച്ചറിയണം എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു. ഒരു ധനികൻ്റെ കൃഷിസ്ഥലം സമൃദ്ധമായി വിളവ് നൽകി. ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. ഒരു ധനികനായ മനുഷ്യന് വളരെ സമൃദ്ധിയായി വിളവ് ലഭിച്ചപ്പോൾ അവൻ സ്വയം ചിന്തിച്ച വിഷയമാണ് കർത്താവ് നമ്മെ ഓർപ്പിക്കുന്നത്. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ധനവാൻ സ്വന്തം മനസാക്ഷിയോട്, സ്വന്തം ആത്മാവിനോട് പറയുകയാണ്, തിന്നുകുടിക്കുക, വിശ്രമിക്കുക, ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷായി, രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? നീ ഈ ലോകത്ത് നിന്റേതെന്ന് വിചാരിച്ച് നീ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന നിന്റെ സമ്പത്തും നിന്റെ സ്ഥാനമാനങ്ങളും ആരുടേതാകും? ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാൻ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവൻ്റെ അവസ്ഥയും. നാം തിരിച്ചറിയണം, നമ്മുടെ സമ്പത്ത് കർത്താവായ യേശു ക്രിസ്തുവാണ്, നിത്യജീവനാണ്, പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ആനന്ദമാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, നീ വാഗ്ദാനം ചെയ്തതായ ആ നിത്യജീവൻ, ഒരിക്കലും ക്ഷയിച്ചു പോകാത്ത, നശിച്ചു പോകാത്ത സമ്പത്ത് ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ ലോകത്തിലെ സകല വസ്തുവകകളെക്കാളും ഞങ്ങൾക്ക് ലഭിക്കുന്നതായ എല്ലാ അംഗീകാരങ്ങളെക്കാളും നിന്റെ മുമ്പിൽ നിന്നിൽ നിന്ന് ലഭിക്കുന്നതായ അംഗീകാരമാണ് ഏറ്റവും വലുത് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ആയതിന് ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമേ, ശക്തിപ്പെടുത്തണമേ. അങ്ങേ നാമം മാത്രം മഹത്വമെടുക്കട്ടെ. ആമേൻ.